ഹലോ ഗൈസ്, കെ ജി ഫാൻ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മൈസൂരേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത റൂമാണത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് സൗകര്യവും കാര്യങ്ങളൊക്കെ ഈ റൂമിലുണ്ട്. കണ്ടോ, അതിനായിട്ട് അറിയാൻ പറ്റും. അത്യാവശ്യം നമുക്ക് ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഈ റൂമിലുണ്ട്. അപ്പോൾ നമ്മളിത് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി നേരെ സുൽത്താൻ ബത്തേരി ടൗണിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കുറച്ചങ്ങൾ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വാക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വണ്ടിക്ക് ഒന്നല്ലേ ഹിച്ചൈക്ക് ചെയ്ത് പോകും, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് സർവീസും ഉണ്ട് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ മേ ബി ചിലപ്പോൾ ബസ്സിലായിരിക്കും നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ബന്ദിപ്പൂർ ഒരു ഹൈവേയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഏതാണ് പോസിബിളായിട്ടുള്ള വഴി ഏതാണ്, അതുകൊണ്ട് ആ വഴിയായിരിക്കും നമ്മൾ പോകുന്നത്. ഓൾറെഡി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പോകണം, വെക്കേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ടാബും കാര്യങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കണം. ഓക്കെ, ഒരു ബാഗും സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ആക്കിയിട്ട് ഇവിടെ നിന്ന് പോകണം. ഓക്കെ, അപ്പോൾ ഇനി വെക്കേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെക്കേറ്റ് ചെയ്തു, റൂം വെക്കേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത ബസ് സ്റ്റോപ്പ് ആ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അവിടെ നിന്ന് നമുക്ക് വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണ്ട, വെക്കേറ്റ് ചെയ്യണേ. റൂം വെക്കേറ്റ് ചെയ്യാനായിട്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ വെക്കേറ്റ് ചെയ്ത് നടന്നപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലൂ വാലി എന്ന് പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ നമ്മളിവിടെ. ബ്ലൂ വാലി എന്നാണ് നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിങ്ങൾ വരുന്നതാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ചീപ്പായിരുന്നു. ഇവിടെ അത് നല്ല ഇതായിരുന്നു ഇവിടെ. പിന്നെ റൂമൊക്കെ വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഇനി ടൗണിലേക്ക്, സുൽത്താൻ ബത്തേരി ടൗണിലേക്കാണ് നടക്കുന്നത്. കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന്. ഒരു 2 കിലോമീറ്ററോളം ദൂരം ഇവിടെ നിന്നുണ്ട് നടക്കാനായിട്ട്. 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു തണുത്ത അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നടക്കണം. സുൽത്താൻ ബത്തേരി ടൗൺ എത്തി. ഇവിടെ ഈ ഭാഗത്ത് ഇനി അങ്ങാട് നമുക്ക് റൈറ്റ് സൈഡാണ്, റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇതിപ്പോൾ മെയിൻ NH നമുക്ക് വന്നേക്കണം. NH വന്നിട്ടാ. ഇങ്ങനെ നടക്കണമെങ്കിൽ കുറച്ച് ദൂരം, ഒരു 2 കിലോമീറ്റർ കൂടി കൂടുതലാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇനി KSRTC ഡിപ്പോയിലേക്ക് പോകണം. KSRTC ഡിപ്പോയിലേക്ക് ചെന്നിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങോട്ട് ഡിപ്പോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഡിപ്പോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഡിപ്പോയിലേക്ക് ചെന്നിട്ട് വേണം KSRTC ഡിപ്പോ ചെന്നിട്ട് വേണം നമുക്കിനി കഴിക്കാം. അപ്പോൾ ഞാൻ ഓറഞ്ച് വഴിയിൽ നിന്ന് മേടിച്ച്, അപ്പോൾ ഒരു 50 രൂപ കേട്ടോ. അവിടെ 1.5 കിലോ 100 രൂപ വഴിയിലരികിൽ വെച്ച് കണ്ടപ്പോൾ മേടിച്ചതാണ്. തൽക്കാലത്തേക്ക് ഡിപ്പോയിലൊക്കെ ചെന്നിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാകും നോക്കണം. അവിടെ നിന്ന് കഴിച്ചിട്ട് വേണം വണ്ടി പിടിക്കാൻ. ഓക്കെ, ബസ് അവിടെ നിന്ന് കിട്ടുള്ളൂ. ഈ കാണുന്ന ജംഗ്ഷൻ കണ്ടോ നിങ്ങൾ? ഇവിടെ 2 ഡീവിയേഷൻ കാണാൻ പറ്റും. Y ജംഗ്ഷനാണത്. ഇവിടെ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഊട്ടി, തമിഴ്നാട് ആ ഭാഗത്തേക്കാണ്. ഇങ്ങാട് പോകുമ്പോൾ ഈ ഭാഗത്തേക്ക് പോകുന്നത് മൈസൂരാണ്. ഇങ്ങാട് പോകുന്നത് മൈസൂരും, ഇങ്ങാട് പോകുന്നത് തമിഴ്നാട്. നേരെ തമിഴ്നാട്ടിലേക്കാണ്. രണ്ടും 2 ഇതാണ്. അതായത് എക്സാക്ട്ലി ഇപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള, ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് കേരള, തമിഴ്നാട്, കർണാടക, ഇത് 3ൻ്റെയും കൂടി ഒരു ഡീവിയേഷൻ സംഭവിക്കണം ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ്. ഞാൻ മൈസൂരിലേക്കാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞു, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. റൈറ്റിലേക്ക് നിങ്ങൾ പോയിരുന്നെങ്കിൽ ഊട്ടി, തമിഴ്നാട് ആ ഭാഗത്തേക്കാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നാണ് ശരിക്കും കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും നമ്മൾ ഡീവിയേഷൻ സംഭവിക്കണം. ഈ പർട്ടിക്കുലർ ജംഗ്ഷനിൽ നിന്ന്, ഇപ്പോൾ നേരത്തെ കാണിച്ച ജംഗ്ഷനിൽ നിന്നാണ് അത് സംഭവിക്കണം. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഇവിടെ വരുമ്പോൾ സുൽത്താൻ ബത്തേരിയിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അവിടെ ഇത് വെച്ചിട്ടുണ്ട്, മറ്റേ ഡീവിയേഷൻ ബോർഡും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സംസ്ഥാനങ്ങൾ കൂടിച്ചേരുന്ന
ഒരു ബോർഡർ, ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ്, ഡെസ്റ്റിനേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്, കടന്നുകൊണ്ടിരിക്കണം. സ്റ്റാൻഡിലേക്ക് എത്താറായി, കുറച്ച് ദൂരം കൂടി ഉണ്ട്, ഒരു 400 മീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്തുകൊണ്ടാണ് ഹിച്ചൈക്ക് ചെയ്യാത്ത, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഹിച്ചൈക്ക് ചെയ്താൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് കൂടുതലാണ് ഗൈസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഇപ്പം നമ്മളെ പറഞ്ഞില്ലേ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കർഫ്യൂ ഉള്ളതുകൊണ്ടും പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഹിച്ചൈക്ക് ചെയ്യാൻ പറയണത് പോസിബിളായുള്ള കേസല്ല. വണ്ടി നിർത്തത്തില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അന്വേഷിച്ചിരുന്നു ഇവിടെ നമ്മുടെ സറൗണ്ടിങ്സിൽ ഇവിടെ ഉള്ള സുൽത്താൻബത്തേരി ഇവിടെ ഏരിയകളിലുള്ളവർക്കൊക്കെ അന്വേഷിച്ചു. അപ്പോൾ കൂടുതൽ സേഫ് അവർ പറയണത് എന്താ ബസ്സിന് പോകാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തങ്ങ ഭാഗത്തോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് ഈ കാട്ടാനായിട്ടുള്ള ശല്യവും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ന്യൂസിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ നടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്കൊരു പറയാൻ പറ്റില്ല, എങ്ങനെയാണ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ബസ് എടുക്കുന്നത്. അപ്പോൾ മൈസൂരിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് കർണാടക കയറി, കർണാടകയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാമല്ലോ പ്ലാറ്റു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്ര വലിയ ഉണ്ടാവും, റിസ്ക്കില്ലെന്ന് പറയാനുള്ള ഉണ്ടാവാതിരിക്കാം. പക്ഷേ കുറച്ചും കൂടി സേഫ് ഇതായതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ആരൊന്നും വിചാരിക്കരുത്. അപ്പോൾ മൈസൂരിൽ നമ്മളതേ ബസ് സ്റ്റാൻഡിലേക്ക് എത്താറായി. ഇവിടുന്ന് ബസ് പിടിക്കണം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോറി മാറിപ്പോയി കഴിച്ച് KSRTC സ്റ്റാൻഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സുൽത്താൻ ബത്തേരിയിലെ KSRTC സ്റ്റാൻഡാണത്. അപ്പോൾ ഈ ഭാഗത്തേക്കാണ് നമ്മൾ, ഇവിടെ മൈസൂർ ബസ് വരും എന്നാണ് എന്നോട് പറഞ്ഞത്. ഇനി വരുമില്ല എന്നുള്ളത് നോക്കാം. നൈസ് പോസ്റ്റാണ് കേട്ടോ, വണ്ടി വന്നിട്ടില്ല. ഇവിടെ നോക്കിയിട്ട് ഒരെണ്ണം പോലും കാണാനുമില്ല. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സീറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാൻഡിലേക്ക് വന്നത്. പക്ഷേ ഒരു ബസ്സാണെങ്കിൽ പോവുകയും ചെയ്തു, അത് കിട്ടിയുമില്ല. ഇനി ഇവിടെ ബസ് തന്നെ വരെ പോസ്റ്റാണ്. ബാക്ക് സൈഡാണ് ബസ് ഓടിപ്പിടിച്ചൊക്കെ കയറിയ കാരണം കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് എത്തിയിട്ടില്ല. ഫോറസ്റ്റ് ഇപ്പോൾ നമ്മൾ സാധാരണ ഇതായിട്ടുള്ള ഏരിയകളിലേക്കാണ്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ സുൽത്താൻ ബത്തേരി ഏരിയ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഓപ്പൺ ഏരിയ ആയിട്ടുള്ള പിന്നെ പ്രധാനമായിട്ട് ഈ മറ്റേ ചോളവും അങ്ങനത്തെ ഇതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെയൊക്കെ സാധാരണ ജീവിതം പോലെയൊക്കെ തന്നെയാണ് നമ്മളിവിടുത്തെ ജീവിതം. ഒരുപാട് പാടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരെ ഫോറസ്റ്റിലേക്ക് ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ നാഷണൽ പാർക്ക് ബന്ദിപ്പൂർ ആ നാഷണൽ പാർക്ക് അങ്ങനെ വെസ്റ്റേൺ ഗട്ട്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ന് വെച്ചാൽ ഇടതൂർന്ന് മരങ്ങളൊക്കെ ഇടതൂർന്ന് വളരുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മരങ്ങളാണെങ്കിലും ഇടവിട്ടായിരിക്കും മരങ്ങളുണ്ടാവുക. ഈ ഇത്തരം ഫോറസ്റ്റുകൾ നമ്മൾ ഡെസിഡസ് ഫോറസ്റ്റ് എന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഫോറസ്റ്റുകളാണ് ശരിക്കും ഈ പറയുന്ന ഏരിയകളിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ മൃഗങ്ങളുടെ സാന്നിധ്യം വളരെയധികം കൂടുതലായിരിക്കും. തിക്കായിട്ട് വളരുന്ന കാടുകളിലൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ അനിമൽസ് കുറവായിരിക്കും. മലയോര പ്രദേശങ്ങളിലൊക്കെ ഒന്നും അനിമൽസ് പൊതുവെ കുറവായിരിക്കും. കാട്ടാന അങ്ങനത്തെ മൃഗങ്ങൾ മാത്രമേ കൂടുതൽ കാണത്തുള്ളൂ. പക്ഷേ ഇത് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല മരങ്ങളും ഇതേപോലെ തന്നെ ഇടതൂർന്നല്ല ഇടവിട്ടൊക്കെ ആയിരിക്കും മരങ്ങളുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ സാന്നിധ്യം വളരെയധികം കൂടുതലായിരിക്കും. ചെക്ക് പോസ്റ്റാണ്. ഇപ്പോൾ ഓരോ ചെക്ക് പോസ്റ്റുകളുണ്ട്, പോലീസിൻ്റെയും അതേപോലെ തന്നെ എക്സൈസിൻ്റെയും ഓരോ ചെക്ക് പോസ്റ്റുകൾ കഴിഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ബാരിക്കേഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും റോഡുകളിൽ. അപ്പോൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ ബോർഡർ അതായത് കേരള കർണാടക ബോർഡറാണ് ഈ സംഭവം നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ചരക്ക് ലോറികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർ പിടിച്ചിട്ടിട്ട് അതിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും
അവർ വിടുക. അപ്പോൾ അത് ചിലപ്പോൾ എത്ര നാൾ പിടിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ചിലപ്പോൾ ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ ഫോറസ്റ്റ് ഏരിയകളിലേക്ക് പയ്യെ കയറി തുടങ്ങി. ഇനി കുറച്ച് ഫോറസ്റ്റ് ഏരിയകളിലായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുന്നത്. മനുഷ്യവാസം ഇതോടുകൂടി പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ കയറി വരുന്തോറും മനുഷ്യവാസം കുറഞ്ഞു വന്ന് മുഴുവനായിട്ട് കാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കാരണം മരങ്ങൾ കണ്ടോ, നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും മരങ്ങൾ ഇടതൂർന്ന് വളരുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ ഫോറസ്റ്റ് ചെയ്യുന്നത്. ഈ ഏരിയകളിലൊക്കെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു ഉച്ച സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കാണാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. വന്നാൽ സ്പോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഗുഡായിരിക്കും. പക്ഷേ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. കാരണം ചാൻസസ് വളരെയധികം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഏരിയ സമയം അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു രാവിലേക്ക് ആയിരുന്നു വന്നിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും അനിമൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏകദേശം ഉച്ചയോടെ അടുക്കുന്ന 12 മണിയോളം ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഉച്ചയോടെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് കൂടുമല്ലോ. ചൂട് കൂടുമ്പോൾ ഈ ഏരിയകളിലൊന്നും അങ്ങനെ മൃഗങ്ങളുടെ ഇത് കുറവായിരിക്കുള്ളൂ. അപ്പോൾ വെള്ളമുള്ള ഏരിയകളിലേക്കായിരിക്കും കൂടുതൽ ആട് പോവുക. രാവിലെ മാത്രമാണ് വണ്ടികൾ കടത്തി വിടത്തുള്ളൂ. അത് മാത്രമല്ല, ഇതേപോലെ നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ വണ്ടി നിർത്തിക്കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊന്നും നമുക്ക് സാധിക്കില്ല ഈ റൂട്ട് വഴി പോകുമ്പോൾ കേട്ടോ. അതങ്ങനെ നിർത്താനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതങ്ങനെ ചെയ്യരുതെന്നുള്ള ബാരിക്കേഡുകളും അതേപോലെ തന്നെ ബോർഡുകളൊക്കെ മരത്തിൻ്റെ ആണെങ്കിലും സൈഡിൽ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ നിന്ന് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഫോറസ്റ്റ് ഓഫീസേഴ്സാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് വേണം നമ്മൾ നേരെ ഇനി ഫുള്ള് ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ഫോറസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. ചരക്ക് ലോറികളും വരുന്നുണ്ട് കേട്ടോ. ചരക്ക് ലോറികളും ഇതുവഴി മെയിനായിട്ട് കർണാടക, കേരളയിലൊക്കെ വരുന്ന ലോഡുകളൊക്കെ, കർണാടകയിൽ നിന്നുള്ള ലോഡുകൾ മെയിനായിട്ട് വരുന്നത് ഈ ഒരു റൂട്ട് വഴി തന്നെയായിരിക്കും മെയിനായിട്ട് വരുന്നത് കേട്ടോ. പകല് ശരിക്കും അലൗഡായുള്ളൂ, ബാക്കിയുള്ള സമയങ്ങൾ അലൗഡ് അല്ല എന്നുള്ളതാണ് ഇതിനൊരു റോഡിൻ്റെ ഈ ഒരു NH-ൻ്റെ പ്രത്യേകത. കാരണം നമുക്കറിയാം ആനിമൽസിൻ്റെ സാന്നിധ്യം രാത്രി കാലങ്ങളിലൊക്കെ വളരെയധികം കൂടുതലായിരിക്കും ഈ സമയത്ത് ഈ ഒരു ഏരിയകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കർഫ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി അരുവികളും അതേപോലെ തന്നെ പുഴകളും ഇതൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടി ഒഴുകി പോകുന്നുണ്ട് ഈ ഒരു ഏരിയകളിലൊക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഏരിയകളിൽ ഇവിടെ കടന്നു പോകുന്നുണ്ട്. ഇതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസാണ്. അവർ ഇവിടെ ഓൾറെഡി നമ്മൾ ട്രക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഇവരുടെ റൂട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് കാടുകളിലൂടെ ഈ വണ്ടികൾ പോകുന്ന റൂട്ടുണ്ടല്ലോ, ആ റൂട്ട് നമുക്കിങ്ങനെ ഈ റോഡുകൾക്ക് ക്രോസ് ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ചിലപ്പോൾ ഇവർ പെട്രോളിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നൽകുന്നതോ കാടിൻ്റെ അകത്തേക്കോട്ട് കയറിയിട്ടുള്ളതല്ല. അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ആ ഒരു റൂട്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? റൂട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല, ഒരു വഴി കണ്ടോ അകത്തേക്ക്. ആ വഴികളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ ബോർഡ് തൂക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, നിർത്താൻ പാടില്ല, അതേപോലെ തന്നെ അങ്ങനത്തെ നിർത്തിയിട്ടിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. കാടുകൾ പയ്യെ കഴിഞ്ഞു. കാടുകളിൽ നമ്മൾ ഇറങ്ങി നേരെ കർണാടകയിലേക്ക് എത്തിയിരിക്കുകയാണ്. കർണാടക ഏരിയകളിലേക്ക് എത്തിയിരിക്കും. കർണാടകയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നേരെ കാണാൻ പറ്റും അതായത് വിശാലമായിട്ടുള്ളൊരു ഏരിയ കാണാൻ പറ്റുന്നുണ്ട്.
ഒരുപാട് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടത്. അത് കാടും മരങ്ങളുടെ ഇടകളിൽ നിന്ന് മാറി ഒരു ഓപ്പൺ ഏരിയയിലേക്ക് പോകാനിരിക്കുകയാണ്. പ്രധാനമായിട്ടും ചോളവും അതേപോലെ തന്നെ സൂര്യകാന്തി കൃഷികളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. ബന്ദിപ്പൂവൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് ഇവർ കൃഷി ചെയ്യുന്നത്. അതേപോലെ കന്നുകാലി വളർത്തലും ഇതൊക്കെ മെയിനായിട്ട് ഈ ഏരിയകളിൽ ഇവർ ചെയ്യുന്നുണ്ട്. അവർ ഉപജീവന മാർഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. ചോളവും സൂര്യകാന്തിയുമാണ് മെയിനായിട്ട് ഇവർ കൃഷി ചെയ്യുന്നത്. പിന്നെ ബന്ദിപ്പൂവും കാര്യങ്ങളും അതും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. തെങ്ങും തോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഇവരുടെ സ്വന്തമാകാനായിട്ട് ചാൻസ് വളരെയധികം കുറവാണ്. കാരണം ഒരു ഏരിയ തന്നെ ഇവർ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ കയ്യിലായിരിക്കും, ഒരാളുടെ കയ്യിലായിട്ട് അവർ പാട്ടത്തിന് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇതിനെപ്പറ്റി സൂര്യകാന്തികളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഒരു ഭയങ്കര ഭംഗിയുണ്ടോ അങ്ങനെ. അതായത് ഇങ്ങനെ ഇങ്ങനെ പാടം ഇങ്ങനെ സൂര്യകാന്തികൾ ഇങ്ങനെ പൂത്തുരിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ഇവിടെ നിന്നൊക്കെയാണ് ബന്ദിപ്പൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓണക്കാലത്തൊക്കെ കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു ഭാഗങ്ങളിൽ, കർണാടകയിൽ നിന്നാണ് മെയിനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ സൂര്യകാന്തി നിന്നുള്ള ഓയിലിൻ്റെ സൺഫ്ലവർ ഓയിലും കാര്യങ്ങളൊക്കെ അതൊക്കെ കൂടുതലായിട്ടും കർണാടകയിൽ നിന്നാണ്. ഇതൊരു ബോർഡർ ടോൾ പ്ലാസയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മലനിരകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഈ ഏരിയകളിലൊക്കെ. പ്രധാനമായിട്ടും മലനിരകളിൽ ഇവിടെ കുറവായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് കല്ലുകൾ, അതായത് നമ്മുടെ കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കരിങ്കല്ലുകളും കാര്യങ്ങളൊക്കെ കോറികളൊക്കെ കൂടുതലായിട്ട് കർണാടകയിൽ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. കാരണം അത് ഇവർ മലകളൊക്കെ പൊട്ടിച്ചിട്ട് കൂട്ടിയിട്ടിട്ട് ആ ഒരു കല്ലുകൾ ലോഡ് ചെയ്തിട്ട് അത് കേരളത്തിലേക്ക് പോകും. കാരണം നമ്മുടെ ഏരിയകളിൽ കോറി ഈ ബാനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും കർണാടക സ്റ്റേറ്റിൽ നിന്നാണ് കല്ലുകളും കാര്യങ്ങളും കൂടുതൽ വരുന്നതെന്നാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി മൈസൂരുള്ള വീഡിയോ ആണ് മൈസൂരിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത എപ്പിസോഡിൽ വരിക. അപ്പോൾ വീഡിയോസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ് നിങ്ങൾക്കും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എനിക്കത് കിട്ടിയില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ സീറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. കാരണം ഓടിയാണ് ബസ്സിൽ കയറേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത് എക്സ്ക്യൂസസ് പറയുകയാണെന്ന് അറിയാം, ശരിയാണ്. പക്ഷേ വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വരും എപ്പിസോഡുകളിൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പരമാവധി നമ്മൾ ക്ലിയർ ചെയ്യാൻ തന്നെ ശ്രമിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടപ്പോൾ 71 രൂപയാണ് എനിക്ക് അവിടുന്ന് ചാർജ് ആയത്. സുൽത്താൻ ബത്തേരി സ്റ്റാൻഡിൽ നിന്നും ഗുണ്ടൽപേട്ട് വരെയുള്ള ഒരു ട്രാവലിൽ എനിക്ക് 71 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. കുഴപ്പമില്ല, ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ് അത്, കുഴപ്പമില്ല. ഹിച്ചേക്ക് ചെയ്യുന്നവർക്ക് ഈ പറയുന്ന എമൗണ്ട് വലിയൊരു എമൗണ്ട് തന്നെയാണ്, എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ വന്നിട്ട് നിങ്ങൾക്ക് മൈസൂരൊക്കെ നമുക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. എനിക്ക് ബസ് കിട്ടിയില്ല, അതാണ് ഏറ്റവും ഇത്. കാരണം വെച്ചാൽ എല്ലാവരും റിസർവ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ റിസർവ് ചെയ്തിട്ട് വന്നത് കാരണം ഞാൻ ബുക്ക് ചെയ്തിട്ട് പോലും ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സീറ്റില്ല എന്ന് അവർ ഓപ്പണായിട്ട് പറഞ്ഞു. അത് കാരണം അവിടെ ഒരു പണി കിട്ടി. അപ്പോൾ പിന്നീട് ഞാൻ പിന്നത്തെ ബസ്സിനെ വെച്ച് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് അവിടെ എത്താൻ പറ്റില്ല, അതായത് മൈസൂർ എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഗുണ്ടൽപേട്ട് ബസ്സിൽ കയറിയിട്ടാണ് അവിടെ നിന്ന് മൈസൂർ ബസ് പിടിക്കാമെന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഗുണ്ടൽപേട്ടിലേക്ക് ഇങ്ങനെ വരാൻ കാരണം. അപ്പോൾ അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലാണ് ഞാൻ കയറിയത്. അപ്പോൾ ചാർജ് 71 രൂപ ചാർജ് ചെയ്തു. കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻ്റ്. അപ്പോൾ നിങ്ങളും ഈ വഴി റൂട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടണം. കാരണം സുൽത്താൻ ബത്തേരിയിൽ സ്റ്റാൻഡിലേക്ക് എന്നാൽ മതി, നേരെ സ്റ്റാൻഡിലേക്ക് വന്നാൽ അവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടുമല്ലോ. മൈസൂർ ബസ്സിന് നേരിട്ടുണ്ട്, ഗുണ്ടൽപേട്ടിലേക്കും ബസ്സുണ്ട്. പിന്നെന്താ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മൈസൂരിലെ കുറച്ചധികം എപ്പിസോഡ്സ് അല്ലെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് എനിക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ടിരിക്കട്ടെ. അപ്പോൾ അതിന് അടുത്ത എപ്പിസോഡായിട്ടാണ്.